അപ്പം രാമായണത്തിന്റെ 10ാമത്തെ ഭാഗം കഴിയുമ്പം നമ്മൾ വായിച്ച് നിൽക്കുന്നത് ദശരഥന്റെ ചരമഗതി. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭരതനൊന്നും ഇതൊന്നും അറിയുന്നില്ല. ഭരതൻ വരുന്നു. ഭരതൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ശ്രീരാമചന്ദ്രനെ വിളിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ 11ാമത്തെ ഭാഗത്തിലോട്ട് വരുന്നത്. അപ്പം അധ്യാത്മ രാമായണം 11ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് സ്വാഗതം. അവിടെ പറയുന്നത്, നേരം വെളുത്തപ്പോഴത്തേക്ക് ദശരഥൻ ഈ നാട് വിട്ടുപോയ വിവരം നാട്ടുകാരെല്ലാം അറിയുകയാണ്. അത്യധികം ദുഃഖമാണ് എല്ലാവരും. ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും കരയുന്നു. ഒരു മിനിറ്റ്. രാമായണത്തിന്റെ 11ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നത്. ഈ 11ാമത്തെ ദിവസത്തിൽ കടന്നിക്കുമ്പോൾ ദശരഥന്റെ ചരമവാർത്ത ആണ്. അതായത് ദശരഥൻ ഭൗതിക ദേഹം വിഷമത്തോടെ കരഞ്ഞുകൊണ്ട്, പക്ഷേ വൈകുണ്ഠപ്രാപ്തിയാണ്. ശ്രീരാമചന്ദ്രനെ സ്മരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഭരതനും ഒന്നും ഇതറിയാതെ ആണ് വരുന്നത്. അങ്ങനെ ഭരതൻ വന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനെ വിളിക്കാൻ പോകുന്ന ഒരു പുറപ്പാടാണ് 11ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കേൾക്കാൻ വരുന്നത്. അപ്പൊ അതാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് അതിന്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ അയോധ്യ രാജ്യം മൊത്തം വളരെ മൂകതയിലാണ്. ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും കരയുകയാണ്. അമ്മമാരും ബന്ധുക്കളും ഒരിടത്ത്, കൊട്ടാരവാസികളും ഉദ്യോഗസ്ഥന്മാരും മറ്റൊരിടത്ത്, ചുറ്റും നഗരവാസികൾ പല കൂട്ടങ്ങളായി അവിടെ ഇവിടേക്ക് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസിഷ്ഠനും മന്ത്രിമാരും എത്തി. മക്കളാരും സ്ഥലത്തില്ല. അപ്പം വസിഷ്ഠനാണ് കുലഗുരു. അപ്പം മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം അതുവരെ കേടുകൂടാതിരിക്കാൻ എണ്ണത്തോണിയിൽ ആ ശരീരത്തെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം കേകയ രാജ്യത്തിലേക്ക് ആളെ വിട്ടിരിക്കുകയാണ്. ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുവരാൻ. എവിടെയും സർവത്ര മൂകത, ആരും ഒന്നും മിണ്ടുന്നില്ല. ഭരതനും ശത്രുഘ്നും ഒന്നും മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് പോയി വിളിച്ചത് എന്തിനാണെന്ന്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു, ജ്യേഷ്ഠന് എന്തെങ്കിലും പറ്റിയോ, ഭരതൻ ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. നേരെ കൈകേയിയുടെ അടുത്തേക്ക് ചെന്നു. കേകേയത്തിൽ എല്ലാവർക്കും ക്ഷേമമല്ലേ? അമ്മയുടെ അന്വേഷണത്തിൽ ഔചിത്യക്കുറവില്ലേ? ഭരതന് സുഖമല്ലേ എന്ന് കൈകേയി ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കുന്നതാണ്, അച്ഛൻ എവിടെ? ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും കൈകേയി അച്ഛന്റെ കാര്യം പറയുന്നില്ല. അപ്പം ഭരതൻ വീണ്ടും കൈകേയിയോട് ചോദിക്കുന്നു, അച്ഛൻ എവിടെ? അപ്പം കൈകേയി പറഞ്ഞ ഉത്തരം, അച്ഛൻ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. കാര്യങ്ങൾ തിരിച്ചു പറയുന്നില്ല. അച്ഛൻ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അത് മകനെ, അച്ഛൻ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. യാഗങ്ങൾ ചെയ്ത് അദ്ദേഹം പുണ്യം നേടി. കൈകേയി പറഞ്ഞു ചെയ്യുന്നതിന് മുമ്പേ ഭരതൻ പൊട്ടിക്കരയുകയാണ്. അച്ഛൻ ആ വിളി കേട്ട് സർവരും ഞെട്ടി. എല്ലാവരും തന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഭരതന് തോന്നുന്നു. ആ ഓമനപ്പൂത്തൻ തളർന്നു വീഴുകയാണ്. അവസാനമായി അച്ഛനെ ഒന്ന് കാണാൻ പോയിട്ട് തനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഭാഗ്യം കെട്ടവൻ തന്നെ എന്ന് ഭരതൻ വിഷമിക്കുന്നു. കൈകേയി പലതും പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. അവർ മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. അവസാന സമയത്ത് അച്ഛൻ എന്തു പറഞ്ഞു? ഭരതൻ കൈകേയിയോട് ചോദിച്ചു. അമ്മ ഒന്നും പറഞ്ഞില്ല. ഭരതന്റെ സംശയം ഇരട്ടിച്ചു. എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ അനാപത്ത് നടന്നിരിക്കുന്നു, അസംഭവ്യമായിട്ട് നടന്നിരിക്കുന്നു എന്ന് ഭരതന് തോന്നി തുടങ്ങി. അമ്മ കുബുദ്ധി. കാര്യം ഭരതന് പോലും അമ്മയോട് സ്നേഹമുണ്ടെങ്കിലും അമ്മയുടെ ആ ഒരു സ്വഭാവത്തിൽ അത്ര ശുദ്ധിയൊന്നും ഭരതൻ നേരത്തെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരതൻ ചിന്തിക്കുന്നു, അമ്മ കുബുദ്ധി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് സ്വന്തം മകന് മാത്രമേ അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അമ്മ കുബുദ്ധി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ആ മൗനത്തിന്റെ അർത്ഥം അതല്ലേ എന്ന് ഭരതൻ ചിന്തിക്കുകയാണ്. രാമ, സീത, ലക്ഷ്മണ എന്ന് മാറി മാറി വിളിച്ച് കരഞ്ഞ് അച്ഛൻ സ്വർഗം പുകി മോനെ എന്ന് കൈകേയി മറുപടി പറയും. മരിക്കുമ്പോൾ എല്ലാവരും എവിടെയായിരുന്നു? ആരും അരികത്തുണ്ടായിരുന്നില്ലേ? കൈകേയി ഞെട്ടിപ്പോയി.
സത്യം മകൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതോ അറിഞ്ഞിട്ടുണ്ടോ? മകനെ വശത്താക്കാൻ ശ്രമിച്ചുകൊണ്ട് കൈകേയി പഴയ സംഭവങ്ങൾ ഭരതനോട് പറയുകയാണ്. പണ്ട് വരം വാങ്ങിച്ചതും ശ്രീരാമന്റെ അഭിഷേകം തടഞ്ഞതും വനവാസത്തിന് അയച്ചതും ഭരതനെ അഭിഷേകം കഴിപ്പിക്കാൻ നിശ്ചയിച്ചതും എല്ലാം. അച്ഛൻ മരിക്കാൻ ഇതൊക്കെ തന്നെയാണ് കാരണം, അമ്മയാണ് കാരണക്കാരി എന്ന് ഭരതൻ ഇത് കേട്ടപ്പോൾ സങ്കടവും ദേഷ്യവും വന്നിട്ട് പറയുന്നതാണ്. അമ്മയുടെ ദുരാഗ്രഹമാണ് വിപത്തുകൾ വരുത്തി വച്ചത്. സംശയമില്ല. അടക്കാനാവാത്ത കോപം കൊണ്ട് ഭരതൻ വിറച്ചു. അമ്മയെ കാണുന്നത് പോലും വെറുപ്പായി. ലോകരുടെ മുഖത്ത് എങ്ങനെ നോക്കും? മരിക്കുകയാണ് ഭേദം. തീയിൽ ചാടിയോ വിഷം കഴിച്ചോ ജീവൻ കളയണം ഭരതന് തോന്നി. ഭരതൻ ഉടനെ കൗസല്യയുടെ അടുത്തെത്തി. കൗസല്യാദേവി, കൗസല്യാമ്മ, എന്താണ്, എന്നെ തെറ്റിദ്ധരിച്ചു കാണുമോ? അതാണ് ഭരതന് ഭയം. ഭരതൻ തെറ്റുകാരനല്ല, കൗസല്യയ്ക്ക് അറിയാം. കൗസല്യയും ഭരതനും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ ഒന്നും പറയുന്നില്ല. രാമൻ ആരാണെന്ന് ആ അമ്മയ്ക്ക് അറിയാം. പിന്നെ എന്തിന് ഭരതനെ തെറ്റിദ്ധരിക്കുന്നു? അത്രയും പരിശുദ്ധ. നോക്കൂ, സ്വന്തം അമ്മയെ കുബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട് തോന്നുമ്പോൾ കൗസല്യ അമ്മയുടെ മകൻ വനത്തിൽ പോയിട്ട് പോലും ഭരതൻ ആ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല, ഭരതനെ കുറ്റപ്പെടുത്തില്ല. കൗസല്യമ്മയുടെ ഗുണം അത്രവത്താണ് എന്നുള്ളത് ഭരതനോട് നമുക്ക് അറിയാൻ പറ്റും. ഭരതൻ എത്തിയ വിവരം പറഞ്ഞ് വസിഷ്ഠ ഗുരു വന്നു. കടമകൾ നിറവേറ്റാതെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനനം പോലെ തന്നെ സ്വാഭാവികമാണ് മരണവും. അത് മനസ്സിലാക്കി കടമകൾ നിറവേറ്റണം. മൃതശരീരം ഇനിയും വെച്ചുകൊണ്ടിരിക്കരുത്, അത് ഉടനെ തന്നെ ദഹിപ്പിക്കണം, വസിഷ്ഠൻ ഉപദേശിച്ചു. വിധി അനുസരിച്ച് ദശരഥന്റെ ഉദകക്രിയകൾ നടന്നു. അന്നം, ധനം, വസ്ത്രം എന്നിവ യഥാവിധം ദാനം ചെയ്തു. എല്ലാം വസിഷ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ദാനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അന്ത്യകർമ്മങ്ങളെല്ലാം ഭംഗിയായി നടന്നു. ഇനി എന്താണ് കാര്യങ്ങൾ നടക്കേണ്ടത്? രാജ്യം ഭരണാധിപനില്ലാത്തതാണ്, അത് നാശത്തിന് കാരണമാകും. വസിഷ്ഠൻ ഭരതനെ രാജാവായി വഴിക്കേണ്ട കാര്യം പറഞ്ഞു. പെട്ടെന്ന് ഭരതൻ പൊട്ടിത്തെറിച്ചു. ജ്യേഷ്ഠനെ പോയി കൊണ്ടുവരണം. രാമനാണ് അയോധ്യയുടെ രാജാവ്. ദണ്ഡകവനത്തിലേക്ക് ശത്രുഘ്നെയും കൂട്ടി പുറപ്പെട്ടു. രാമൻ വരും വരെ തനിക്ക് വ്രതമാണ്. കായും കിഴങ്ങും ഭക്ഷിച്ച് നിരത്ത് ഉറങ്ങി ജടയും ധരിച്ച് ജീവിക്കുമെന്ന് ഭരതൻ ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ ആർക്കും തന്റെ കൂടെ വരാമെന്ന് ഭരതൻ പറഞ്ഞു. സുമന്തരുടെ നിർദ്ദേശപ്രകാരം സൈന്യവും വസിഷ്ഠനും ബ്രാഹ്മണരും അയോധ്യാവാസികളും ഒരുമിച്ച് ശൃംഗേവേരപുരത്തെത്തി ഗംഗാതീരത്ത് താവളമടിച്ചു. സൈന്യസമേതം ഭരതൻ വന്നെന്നറിഞ്ഞപ്പോൾ ഗുഹന്, അവിടെ ആരാണുള്ളത്? ഗുഹന് ഭയമായി. അപ്പൊ ഗുഹൻ വീണ്ടും വിചാരിക്കുകയാണ്, രാമനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എത്തിയതാരാണോ? ആയുധാരികളെ കുട്ടി ഗുഹൻ ഭരതനെ സ്വീകരിച്ചു. അപ്പം ഗുഹന്റെ അനുയായികളെല്ലാം വിളിച്ചു കെട്ടി ഭരതനെ എതിർക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഭരതനോട് സംസാരിച്ചപ്പോൾ ഗുഹന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ശ്രീരാമചന്ദ്രനെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് ഭരതൻ പറയുകയാണ്. ഭരതന്റെ ആഗ്രഹം അനുസരിച്ച് ഗുഹൻ രാമനും സീതയും കിടന്നുറങ്ങിയ സ്ഥലം കാട്ടിക്കൊടുത്തു. അയോധ്യാധിപൻ കാട്ടിൽ ഗർഭശയ്യയിൽ കിടന്നുറങ്ങുകയും മണിമാളികയിലെ രത്നക്കട്ടിൽ രാമനുമൊത്ത് ശയിക്കേണ്ട സീത താൻ കാരണം ദുരിതം അനുഭവിക്കുകയാണോ? ഭരതന്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട് ഗുഹൻ സന്തോഷിച്ചു. എന്തൊരു സഹോദര സ്നേഹം! ഗുഹൻ എല്ലാവരെയും തോണിയിൽ കയറ്റി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചു. മഹർഷി ദശരഥപുത്രനെ സ്വീകരിച്ച് സൽക്കരിച്ചു. രാജാഭിഷേകം കാത്തുകിടക്കുന്ന ഭരതൻ മരവരിയും ജടയും ധരിച്ച് ജ്യേഷ്ഠനെ ആദരിക്കുന്നു. ഭരതൻ എല്ലാ വസ്ത്രങ്ങളും ഉപേക്ഷിച്ചിട്ട് മരവുരി ധരിച്ചുകൊണ്ടാണ് വരുന്നത് ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടി. മഹർഷി അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഭരതൻ തന്റെ വേദനിക്കുന്ന കഥ മഹർഷിയോട് പറഞ്ഞ് മനസ്സിന്റെ ഭാരം കുറച്ചു. ഭരദ്വാജന് എല്ലാം അറിയാം. മഹർഷി ഭരതന് വേണ്ട ഉപദേശങ്ങൾ നൽകി സമാധാനിപ്പിച്ചു. അന്ന് എല്ലാവരും അവിടെ തന്നെ താമസിച്ച് മഹർഷി ഭക്തിപുരസരം കാമധേനുവിനെ ധ്യാനിച്ചു വരുത്തി എല്ലാവരെയും സർവ്വവിധ സൗകര്യങ്ങളോടെ സ്വീകരിച്ചു. അതോടുകൂടി 11ാമത്തെ ദിവസം കഴിയുകയാണ്. പിന്നെ ശ്രീരാമനെ കാണാനായിട്ട് ആശ്രമത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇതുവരെയാണ് ഇന്ന് നമുക്ക് വായിക്കേണ്ടത്. നമുക്ക് വായിച്ചു തുടങ്ങാം. ഹരേ കൃഷ്ണ. ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. നമ്മൾ എവിടെ വരെയാണ് വായിച്ചു നിർത്തിയത്? തോണിക്ക് കരയേറി ഗുഹനോട് അതൊക്കെ വായിച്ചായിരുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് ഹെഡിങ് അല്ലേ, നാരി ജനവിലാപല്ലേ? അത് മുഴുവൻ വായിച്ചില്ലേ? അത് മുഴുവൻ വായിച്ചിരുന്നോ? നാരി ജനവിലാപം വായിക്കണ്ടേ ഇനി? ഓക്കെ. അല്ല, അതിന് നാരീജന വിലാപം വായിച്ചിട്ടില്ല. അതുവരെ വായിച്ചിരുന്നോ? നീരി നല്ല ചമച്ചീടണം അതൊക്കെ വായിച്ചില്ലേ? തിരുനേറ്റം ജ്വലിപ്പിച്ചു വൈകാതെ. മാതാജി മീര
ഭരതരാമനല്ലേ? വരദപ്രലാപം. പോയതു ഭൂപതിയെ എന്നെയും രാജഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരോട് യോയിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിംഫല ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശാചേതസ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാധവേ. ഹാ രാമ രാമ കുമാര സീതാ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനക സുരേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ. മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിത പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതു ഭൂമിപൻ തന്നോടിതി കാലം വർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ. കാനനവാസത്തിനായ ചീടിനാൻ ജാനകി ദേവി പാതിവൃത്തമാലംബ്യ ഭർത്ത സമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം. പുക്കാനറിയുന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും ആകന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നിച്ചു കോപിച്ചു നോക്കിടാൻ മാതരം. കോതാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ ആദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാട് അരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു മരിപ്പനല്ലായികിലോ. കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ളൊരു കുംഭീപമാകിയ നാരകം തന്നിൽ വസിക്കുമിതു മൂലം. ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗഹം പുക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതീദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും മനുജാതനും സീതയും ശ്രീരാംബരം ജടാധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന ഭക്തയാക്കിയിടിനാർ നിർദ്ദയം. ആ രാമ രാമ രഘുവംശ നായക നാരായണ പരമാർത്ഥൻ ജഗൽപദേ. നാഥ ഭവാൻ മമ്മ നന്ദനായി വന്നു ജാതനായിടുവാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയൊന്നിലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധി ഫലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ.
ആതുര മാനസയായിതു കൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജാഭിഷേകം മുടക്കിനാൽ കൈകേയിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞെത്രയതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശത ജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഘേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു കിസിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമെല്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു മുത്തമാങ്കെ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരിക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രിജനത്തോടു മൺപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ. മർത്യ സുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുധന ദക്ഷിണയും മുതാ ദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം. ലബ്ധാ പുരന്തരാർത്ഥാസനം ദുർലഭം വൃതാരി മുഖ്യ ത്രിദശകൗ വന്ദ്യനായ ആനന്ദമോടിയിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിടുന്നു. ശുദ്ധനാത്മാം ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപനൻ അവ്യയനന്ദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽ കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും. ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവംശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവർ മാറത്തലച്ചു തുഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തിയറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ ഓർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥികളത്രാദി വസ്തുനാ വേർപെടുന്നേ. ഹരേ കൃഷ്ണ മീരാജി ഹരേ കൃഷ്ണ. പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ. സംഖ്യയില്ലാതോളം മുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരസ്താമഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാഗ്രലൻ ഗാംബുബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സദീനശ്വരം. പ്രാക്തനദേഹസ്ത്വ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവ ദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മർ
മൂലമിക്കർമ്മഭേദങ്ങളറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനെല്ലാ ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ. അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും ത്യക്താ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകല. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും മിതൃഭൃത്യാ മാതൃസോദരാഭാധ്യായ യുക്തനായോരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചര്യ സംയുതം ദത്വാ ത്രിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ഡവുമാദരാൽ. വേദപരായണന്മാരാം ദ്വിജാവലി ക്യോദന ഗോദന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂലപൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവ വീരനായൊരു ഭരതനും സാനുജനായി വസിച്ചീടിനാനദ്ദിനം നാനാ സുഹൃജനത്തോടു മനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ. അർണോരു ഹാസന സന്നീഭന മുനി സ്വർണാസനെ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംബോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദ്ധയാർത്ഥക്മേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. താത നിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലാകിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടി എന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ. നാളികനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും മാദ്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടു മാനക ശംഖ പടഹവാദ്യം തൊടും സോദര താപസ സാമന്തമേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമായൊരു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു
വസിതവും മാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുത ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്ന നേരം ആദിത്യദേവന ദേവനും ഉദിച്ചു ഭരതനും ശത്രുഘ്നനോടു കൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു. ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘാവലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ഹരേ കൃഷ്ണ. സിമി. ഹരേ കൃഷ്ണ. ശൃംഗിവേരാഖ്യപുരം ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാദടേ ചെന്നിരുന്ന പെരുമ്പട കേകേയപുത്രീസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിത മാനസനായി വന്ന തന്നുടെ കിങ്കരന്മാരോടും ഇതന്നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നേ കണ്ടിപ്പോൾ വരുന്നതുമൊണ്ടു വൈകിടാതെ അന്തികെ ചെന്നു അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പം ഭരതൻ നാട്ടുകാരെ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. അതാണ് ആപാലവൃദ്ധം ജനങ്ങളും എല്ലാ കാറ്റഗറിയിലുള്ള ജനങ്ങളുമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇപ്പം ശൃംഗിവേരാഖ്യപുരം നേരത്തെ പറഞ്ഞു, ഗുഹന്റെ രാജ്യമാണ് ശൃംഗിവേരാഖ്യപുരം. അവിടെ ചെന്ന് അപ്പൊ ഗുഹൻ അറിയുന്നു അയോധ്യയിൽ നിന്ന് ഭരതൻ വരുന്നു. ഭരതൻ വന്നിട്ടുണ്ട്. ഭരതൻ എന്തിനാണ് വന്നിരിക്കുന്നത്? ഒരു പക്ഷേ വീണ്ടും ശ്രീരാമചന്ദ്രനെ ഓടിക്കാനായിരിക്കാം, യുദ്ധം ചെയ്യാനായിരിക്കാം. എന്നാലും നമ്മുടെ സൈന്യങ്ങളെല്ലാം സന്നദ്ധരായിരിക്കുക. അവരെ അഭിവന്ദ്യം അർപ്പിച്ച ശേഷം ഞാൻ ചോദിക്കാം എന്തിനാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഇംഗിതമെന്ന് അറിയാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് വസിഷ്ഠ മുനിയുടെ ചില ഉപദേശങ്ങളുണ്ട്. അത് വളരെ രസകരമായ ഉപദേശങ്ങളാണ്. ഭഗവത്ഗീതയുമായിട്ട് കണക്റ്റഡ് ആണ് അത് വന്നിരിക്കുന്നത്. അപ്പം കർമ്മദോഷങ്ങൾ എല്ലാം അകപ്പെട്ടതിൻ മകൻ ദൂരത്തകപ്പെട്ട കർമ്മദോഷങ്ങളെ പറ്റി പറയുന്നു. അപ്പം എല്ലാത്തിനും കാർമിക് റിയാക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അവിടെ വസിഷ്ഠമുനി പറയുന്നതാണ്, ഹാ രാമ രാമ രഘുവംശ നായക നാരായണ പരമാത്മൻ ജഗൽപതി. നാരായണനാണ്, ജഗൽപദനാണ്. അപ്പം ഇവിടെ ഭാഗവത്തിലൂടെ പോകുമ്പം ഘനശ്യാമനുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവ പരാവേദ. വാസുദേവ പരാവേദ വാസുദേവ പരമകഃ വാസുദേവ പരയോഗ വാസുദേവ പരക്രിയഃ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരഗതിഃ. വാസുദേവ പരജ്ഞാനം
വാസുദേവ പരഗതിഹി, വാസുദേവ പരാക്രിയ, എല്ലാം വാസുദേവനാണ്. അതാണ് ഇവിടെ വസിഷ്ഠ മഹർഷി ഭരതനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ജഗന്നാഥനാണ്, സാക്ഷാൽ നാരായണനാണ്. പിന്നെ വീണ്ടും പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങോട്ട് വരുമ്പോഴത്തേന് ഭഗവത്ഗീതയെ പറയുന്നു, മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായിനോ സുശിംബ്രവു. ബാക്കി വരി എന്താണ് ലാസ്റ്റില്? സ്മിതമാതാജി. സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായിനോ, ലാസ്റ്റ് വരിയാണ് ഓർമ്മയില്ലാത്തത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് കാലത്തിന് ശൈത്യകാലവും വസന്തവും എല്ലാം വന്നു മറയുന്നത് പോലെ ആണ് മരണവും അല്ലെങ്കിൽ കർമ്മദോഷങ്ങളും ഗുണങ്ങളും എല്ലാം. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ വറീഡാകാതെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. അതല്ലേ ഇപ്പം സുമാജി ചെയ്യുന്നത്, രാവിലെയും പുറത്തോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എന്ന് പറയുന്നത് പോലെ അപ്പം അതിനെ നമ്മള് പിന്നെ വേണ്ട സത്യസ്വരൂപൻ, സകരൻ, ജഗന്മയൻ, മുത്തുജന്മാതിഹീനൻ, ജഗൽകാരണൻ. ശ്രീരാമൻ തന്നെ പറയുന്നതാണ് ജഗൽകാരണൻ, ദേഹമധ്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹിക കാരണം മുക്തിവിരോധകം. ഇവിടെ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന സന്ദേശവും കൂടി വസിഷ്ഠ മഹർഷി ഭരതന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ കർമ്മങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ഭരത. അച്ഛനൊക്കെയാണ്, ശരിയാണ്, വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിന്റെയും കാരണം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ജീർണ വസ്ത്രങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നത് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിലാണ്. ജീർണ വസ്ത്രങ്ങൾ വീക്ഷിക്കുന്നത് പോലെയാണ് മരണവുമൊക്കെ. ഈ ദേഹം വിട്ടിട്ട് ആത്മാവങ്ങ് പോവും, ആത്മാവിന് മരണമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവിനില്ല ജനന മരണവും ആത്മന് ചിന്തിക്ക ഭാവവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഏത് മംഗളകർമ്മത്തിനും, സംസ്കാര കർമ്മം പോലും മംഗളകർമ്മമാണ്, ശോകകർമ്മമല്ല. കാര്യം അവരെ അടുത്ത ലോകത്തിലേക്ക് യാത്രയിക്കുകയാണ്, ആത്മാവിന് മോക്ഷം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിവാഹത്തിന് പങ്കെടുത്തില്ലെങ്കിൽ കൂടി മരണസമയത്ത് നമ്മൾ പങ്കെടുക്കണം. കാര്യം അവിടെ ചെന്നിരുന്ന് ആ ആത്മാവിനെ കുറിച്ചുള്ള നല്ല വാക്കുകൾ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഗതികൾക്ക് വ്യത്യാസം ഉണ്ടാവും. വിവാഹത്തിന് ഒരുപക്ഷെ എക്സ്ക്യൂസ് പറയാം, പക്ഷേ മരണകർമ്മങ്ങൾക്ക് നമ്മൾ പങ്കെടുക്കണം. കാര്യം വൈഷ്ണവര് പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ആത്മാവിന് അത്രയും ശ്രേഷ്ഠമാണ്. ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ സംസ്കാര കർമ്മമൊക്കെ ചെയ്തിട്ട് പിന്നെ ഭരതന്റെ അടുത്ത ഡ്യൂട്ടി, എന്റെ ജ്യേഷ്ഠനാണ് രാജ്യം ഭരിക്കേണ്ടത്. ആ ഭരതന്റെ ആ നിഷ്കളങ്കമായ ഭാവം, അതുപോലെ ആ ധർമ്മം. നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? പോയത് പോയി, അവൻ അവിടെ നിൽക്കട്ടെ എന്ന് പറയും. പക്ഷെ ഇവിടെ ഭരതൻ നോ. അവിടെ അന്നേരം തന്നെ വസ്ത്രമെല്ലാം ഉപേക്ഷിച്ചിട്ട് മരവുരി ധരിച്ചിട്ടാണ് ഭരതൻ പോകുന്നത്. ശ്രീരാമചന്ദ്രൻ വന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് രാജ്യം വേണ്ട, ഞാൻ എല്ലാം ഉപേക്ഷിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. ശൃംഗിവേരാഖ്യപുരത്ത് വരെ എത്തി. 11ാമത്തെ ദിവസത്തിന്റെ പകുതി ഭാഗത്ത് നമ്മൾ എത്തി. ഹരേ കൃഷ്ണ. സ്മിതമാതാജി. രണ്ടാമത്തെ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായിനോ അനിത്യ പറയുന്നത് സർവീസിലായിരിക്കണം, പൊസിഷനിലായിരിക്കരുത്. അച്ഛൻ പറഞ്ഞത് വനത്തിലേക്ക് പോകാനാണ്, അപ്പൊ അക്സെപ്റ്റ് ചെയ്യും, പോവുകയും ചെയ്തു. അതാണ് നമ്മൾ 2ാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അലേർട്ട്നെസ് ഇൻ സ്പിരിച്വൽ ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. എന്റെ മാതാജി പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് പറഞ്ഞില്ല, അതായത് സുഗ്രീവനും ശ്രീരാമ. അതെ അതെ അതെ. അപ്പൊ ഇതില് നമ്മൾ അലേർട്ട്നെസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. കാരണം നമുക്കറിയാം രാമൻ എപ്പോഴാണ് പോയത്? അയോധ്യവാസികളെല്ലാം ഉറങ്ങുമ്പോഴാണ് രാമൻ പോയത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അറ്റൻറ്റീവ് ആയിരിക്കണം, ജാഗരൂകരായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് മടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് മടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഭക്തിയിലുള്ള രസം നമ്മൾക്ക് കുറയും. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ
എന്താ പറയാ നല്ല ഡിവോട്ടീസ് ഒരുപക്ഷെ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് നമുക്ക് അത് അത്രയ്ക്ക് രസിച്ചു എന്ന് വരില്ല. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈകേയിയുടെ അടുത്ത് ഭരതൻ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണോ എന്നുള്ളത്. പക്ഷെ ചില സമയത്ത് അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എങ്ങനെയാണോ സർജറി ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾക്ക് വേദന ഉണ്ടാവും. പക്ഷെ അത് നമ്മളുടെ എന്താ പറയാ ക്യൂറിന് വേണ്ടിയിട്ടാണ്, നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ ചില സമയത്ത് നമ്മളുടെ അടുത്ത് നമ്മുടെ ഗുരുക്കന്മാര് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്ര രസിച്ചു എന്ന് വരില്ല. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി അത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇനി ഇപ്പൊ ഭരതന്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭരതന്റെയും ഉദ്ദേശം വന്ന് ഇപ്പൊ ഭരതൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഭരതന്റെ ആഗ്രഹം ഭഗവാനെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ രാജപദവി അല്ലെങ്കിൽ രാജ്യം വിട്ടുകൊടുക്കാൻ പോലും ഭരതൻ തയ്യാറായിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, സന്തോഷം. ഹരേ കൃഷ്ണ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടാനുണ്ട്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാര്യങ്ങൾ ഈ ചെറിയ വരികളിൽ ഉണ്ടെന്നുള്ളത്. വളരെ വിശാലമായിട്ടുള്ള വരികളാണ്. സുശീം പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അല്ല, നമ്മളിത് ഈ ആദ്യം വായിച്ചപ്പോ അതിനകത്ത് ഒഴിവാക്കാനാവാത്ത മരണത്തെ കുറിച്ച് സത്സംഗത്തെ കുറിച്ചും നമ്മളെ ആളുകൾ ഒട്ടും ബോധവടല്ല. അവരിങ്ങനെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത്. അത് വളരെ ഇതായിട്ട് തോന്നി എനിക്ക്. വിട്ടുപോയൊരു കാര്യമാണ് സത്സംഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പൊ സത്സംഗങ്ങൾ, നാമജപം, ഇക്കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്തു വരുന്നത് ജസ്റ്റ് മേക്കിംഗ് ഷുവർ ദ നെക്സ്റ്റ് ലൈഫ് whatever കുറച്ചൊന്ന്, അതായത് ഇവിടുത്തെ എൻജോയ്മെന്റ്സിന്റെ ഇൻഫ്ലുവൻസ് വെളിയിൽ വരാൻ പറ്റണം. ദാറ്റ് ഈസ് ദ ഹോൾ ഐഡിയ. അപ്പം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് വരണമല്ലോ. അപ്പൊ സത്സംഗങ്ങൾ അതാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് സത്സംഗത്തിന്റെയും അതെ അപ്പൊ അത് ഇല്ലെങ്കിൽ പെട്ടുപോകും. ആഴ്ചയിലപ്പോ പ്രഭു 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ വിട്ടുപോകും. നമ്മൾ പതുക്കെ വീണ്ടും സാധാരണ ഗതിയിൽ അനിവാര്യമായ മരണത്തെ ഓർക്കാതെ ജീവിക്കാൻ തുടങ്ങും. ഒഴിവാക്കാനാവാത്ത അതാണ് അതിനകത്ത്. ആ ഒരു ആദ്യം വായിച്ച ഭാഗത്തിൽ അതുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. പിന്നെ അതിൽ കൂടി ഒരു മെസ്സേജ് ഇല്ലല്ലോ. മനുഷ്യന്മാർ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാല് എന്നും ആരെങ്കിലും ഒക്കെ മരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതല്ലേ ഏറ്റവും അത്ഭുതകരമായ വസ്തുത. ദിവസവും ആളുകൾ മരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം മരിക്കില്ല. ചോദ്യം യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ചോദ്യം, ഏറ്റവും അത്ഭുതം ഉള്ള കാര്യം യമരാജ് പറയുന്നത് അതാണല്ലോ. അത് മനുഷ്യന് അങ്ങനെയാണ്. നമ്മൾ മാത്രം മരിക്കില്ല. നമ്മള് ബാങ്കിലിട്ട് എല്ലാം റെഡിയാക്കി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇൻഷുറൻസ് എല്ലാം എടുത്ത് ഇങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളവർ മരിക്കും. നമ്മളത് കാണുന്നെങ്കിൽ അത് റിയലൈസ് ചെയ്യുന്നില്ല. നമ്മൾ ദിവസവും നമ്മൾ പോയി പങ്കെടുക്കുന്നു, വരുന്നു, വീണ്ടും നമ്മൾ പഴയ ഇതിൽ തന്നെ പോകുന്നു. പക്ഷെ അതിനൊരു കാര്യം പറയുന്നത്, നമ്മൾ പെർമനന്റ് ആയതുകൊണ്ടാണ് നമുക്ക് നമ്മൾ മരിക്കില്ലെന്ന് തോന്നുന്നത് എന്നുള്ളൊരു റീസൺ കൂടെ പറയുന്നുണ്ട് അതിന്റെ കൂടെ. ആത്മാവ് ഒരിക്കലും ഇല്ലാതാവുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ മരിക്കുന്നില്ല. അപ്പൊ ആരും മരിക്കുന്നില്ല ശരിക്കും പറഞ്ഞ, ശരീരം വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിനകത്ത് അങ്ങനെ തോന്നാൻ കാരണം. ആ ഒരു റീസണും കൂടെ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയൊക്കെയോ. ഓരോരുത്തരും മരിക്കാന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ നമുക്ക് കിട്ടുന്ന ബോണസ് ആണ് മനസ്സിലാക്കണം അല്ലേ. നമ്മള് എപ്പോഴാണെന്ന് അറിഞ്ഞിട്ടെങ്കിലും നമ്മളൊരു ഉറപ്പുണ്ട് നമ്മൾ മരിക്കൂല എന്ന്. അങ്ങനെ ഒരു ചിന്തയില്ലേ? അങ്ങനെയല്ല. അതല്ല, നമ്മള് വയസ്സായി കൊച്ചുങ്ങളൊക്കെ ആയി പിന്നെ അതിന്റെ പിള്ളേരുമായി അതിനുശേഷം മരിക്കുമെന്ന് വിചാരിക്കും. അല്ല, അതൊക്കെ സത്യം പറഞ്ഞ പണ്ടേട്ടെ. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ ആയ കാരണേ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഏത് സമയം അടുത്ത നിമിഷം എന്താ പറയാൻ പറ്റില്ലാന്നല്ലേ നമ്മളെപ്പോഴും.
നമ്മള് ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഉത്തമ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നത്. കാര്യം ഈ പറയുന്നതിന്റെ കൂട്ട് നാളെ ഒന്നും സംഭവിക്കില്ല. നമുക്കൊന്നും സംഭവിക്കില്ല. നമുക്ക് സംഭവിക്കുന്നതെല്ലാം പിന്നെ ഉള്ളതെല്ലാം ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രേഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. എന്താണെങ്കിലും അത് ശ്രേഷ്ഠമായിരിക്കും. ഹരേ കൃഷ്ണ. അപ്പം ഹരേ കൃഷ്ണ ബ്രോ. പിന്നെ എന്താ മീരാജി? ഒരു മെയിൻ അതെ, എലിമെന്റ് വസിഷ്ഠ ഗുരു അതും ഭരതനിലൂടെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. അത് രാമായണത്തിലും ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. രാമായണത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്. അതെ, അതായത് ശിശുമ്പു പറഞ്ഞ ഈ രാമായണം നേരത്തെ ഇതേപോലെ ഞാൻ 2-3 പ്രാവശ്യം വായിച്ചു പോയതല്ലാതെ ഇപ്പോഴാണ് ആ വരികൾക്കിടയ്ക്കൂടെ പോകുന്നത്. അതിന് ഇപ്പോഴും ഞാൻ എപ്പോഴും നന്ദി പറയും രണ്ടുപേരോട്, സുമാരിയോടും മീരാജിയോടും ഞാൻ നന്ദി പറയും. കാര്യം വരികളിലൂടെ പോകുമ്പോൾ മാത്രമേ രാമായണത്തിന് നമുക്കൊരു അടുപ്പ്, ഒരു സ്നേഹം ഉണ്ടാവത്തുള്ളൂ. അതെ, ഞങ്ങൾക്കും അതെ. എപ്പോഴും ഞാൻ വളരെ കറക്റ്റ് ആയിട്ടൊക്കെ അർത്ഥങ്ങൾ ഇതുവരെ മനസ്സിലായി വെക്കും. കാലം കുറെ വായിക്കുകയും ചെയ്യുന്നു. അതെ, സുമാരിയൊക്കെ എക്സ്പെർട്ടാണ് വായനയില്. വായിക്കാന്നുള്ളൂ, വായിക്കാൻ കുഴപ്പമില്ല. കുറെ നാളായില്ലോ. അതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ലൈൻ ബൈ ലൈൻ ഇപ്പൊ മനസ്സിലാവണു. വളരെ ക്ലിയർ അല്ല, എല്ലാം മനസ്സിലാവുമല്ലോ. മലയാളം വെരി ക്ലിയർ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതോ ഒരു ശ്ലോകം ഇട്ടു. പ്രഭു പറഞ്ഞില്ലേ, ആ ശ്ലോകം എടുത്തതാണ് പ്രഭു. അന്യാനിയിലെ അന്യാനി ഭൂതാനി ഒന്ന് വായിച്ചേ. അത് ഇംഗ്ലീഷ്, അതിന്റെ ട്രാൻസ്ലേഷൻ ആണ്. അഹനി അഹനി യച്ഛന്തി യമാലയ ശേഷഗത സ്ഥാവരമിച്ഛന്തി കിം അതിശയം അതിൽപരം. അതാണ് ആ ശ്ലോകം. അഹനി അഹനി യച്ഛന്തി യമാലയ ശേഷഗത സ്ഥാവരമിച്ഛന്തി കിം അതിശയം അതിൽപരം. ബാക്കിയുള്ളവര് സ്ഥാവരമിച്ഛന്തി, അവര് സ്ഥിരമാണെന്ന് വിചാരിക്കുന്നു. അതാണ് ഈ ലോകത്തെ ഏറ്റവും അതിശയകരമായ കാര്യം. പക്ഷെ ഡെയിലി ഹിമാലയത്തിലോട്ട് ഒരുപാട് ആയിരങ്ങൾ പോകുന്നുണ്ട്. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. അങ്ങനെയാണ് അവരെ ജീവിപ്പിക്കുന്നത് ബാക്കിയുള്ള പാണ്ഡവരെ. യുധിഷ്ഠിരർ കറക്റ്റ് മറുപടി കൊടുത്തോണ്ടാണ് ലൈഫ് തിരിച്ചു കൊടുക്കുന്നത്. യമരാജാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ, കുറെ ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. അതിന് നമുക്ക് ഒരു സെഷൻ വെക്കും. അത് ശരിക്കും കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും ഉണ്ട്. അതിനകത്ത് ഒരുവിധമുള്ള മെറ്റീരിയൽ ലൈഫ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മകൻ ആരാണ്, നിങ്ങളുടെ ദുഃഖം, അങ്ങനെ 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 ഓരോന്നിനും മറുപടി ഉണ്ട്. യുധിഷ്ഠിരർ പെർഫെക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, സെഷൻ ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സത്സംഗങ്ങളിൽ കാത്തിരിക്കുക, ഉടനെ ഒരു സെഷൻ ഉണ്ടാവും. ഓക്കെ, ശിശുപ്രഭു ഹരേ കൃഷ്ണ. അപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ സെഷൻ ആണ്. അത് ഞാൻ പറഞ്ഞേ, അതിന്റെ പാർട്ടായിട്ട് തന്നെ ഈ സെഷൻ വരും. കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ, ഹെർ ഗ്രേസ് ശ്യാമസ്മിത ദേവി ദാസി ആണ് അന്നത്തെ ചെയ്യുന്നത്. അപ്പം അതുപോലെ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു ഏകോമന്ത്രസ്യ നാമാന്യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പം നാളെ ഉത്തരായനം തുടങ്ങുന്ന ദിവസമാണ്, മകരസംക്രമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. 5 4 3 2 1 0 കട്ടാവണില്ലല്ലോ.